ഒരു പാർട്ടി രൂപീകരിക്കുന്നു. വെറും 2 വർഷം കൊണ്ട് ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ച നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ തുനിഞ്ഞിറങ്ങുന്നു. പിന്നിൽ താരപരിവേഷത്തിനപ്പുറം ഒരു രാഷ്ട്രീയ പശ്ചാത്തലം പോലുമില്ല. വെള്ളിത്തിരയിൽ വലിയ മിന്നും വിജയം നേടിയ ഒരു നടൻ. വെല്ലുവിളികൾ ഏറെയായിരുന്നു. വിവാദങ്ങളിൽ പെടുത്തി ചവിട്ടി താഴ്ത്താൻ പോലും പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടന്നു. എന്നാൽ അതിനെയെല്ലാം തന്നെ തരണം ചെയ്തുകൊണ്ട് വലിയൊരു വൻമരമായി തന്നെ ഉയർന്നു വരികയായിരുന്നു ആ പാർട്ടിയും ആ നേതാവും. പറഞ്ഞു വരുന്നത് നടൻ വിജയുടെ പാർട്ടി തമിഴക വെട്രി കഴകത്തിനെ കുറിച്ചാണ്. തമിഴ്നാട് ജനതയെ വലിയ രീതിയിൽ അമ്പരപ്പിച്ചുകൊണ്ട് വലിയ രീതിയിൽ, അതായത് പ്രത്യേകിച്ച് ഭരണത്തിലിരുന്ന DMK പോലും ഞെട്ടിക്കുന്ന ഒരു ഭൂരിപക്ഷത്തോടു കൂടിയാണ് വിജയുടെ പാർട്ടി അവിടെ മിന്നും വിജയം നേടിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലമായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. എന്നാൽ വിജയ് തമിഴ്നാട് ഭരിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല, അത് ഉറപ്പ് തന്നെയാണ്. എന്നാൽ ഇനിയും കടമ്പകൾ ഏറെയാണ്. ആദ്യം തിരഞ്ഞെടുപ്പിൽ തന്നെ എതിരാളികളെ അവിടെ ഞെട്ടിച്ചുകൊണ്ട് TVK ആകട്ടെ അവിടെ വളർന്ന് പന്തലിക്കുകയും വിജയുടെ ആ ഒരു ആരാധനയുടെ നിലയിൽ നിന്നുകൊണ്ട് തന്നെ അവർ വലിയ രീതിയിലുള്ള വിജയം അവിടെ കരസ്ഥമാക്കി. എന്നാൽ വലിയ കക്ഷിയായി തന്നെ ഇവിടെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ പോലും മാജിക് നമ്പറിലേക്ക് എത്താൻ ഇനിയും 10 പേർ കൂടെ ഇതിലേക്ക് എത്തണം. ആയതിനാൽ തന്നെ ആ ഒരു ഭരണം പിടിക്കാൻ എന്താകും വിജയുടെ തുടർ നീക്കം എന്നതാണ് ഉറ്റുനോക്കപ്പെടുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നി അംഗത്തിൽ നടൻ വിജയുടെ പാർട്ടി നേടിയത് 108 സീറ്റുകളാണ്. ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആയെങ്കിൽ പോലും സർക്കാർ രൂപീകരിക്കുവാനുള്ള കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ ഇനിയും വേണം 10 MLA-മാരുടെ പിന്തുണ. 234 അംഗ നിയമസഭയിലെ മാജിക് നമ്പറായ 118 തികയ്ക്കാൻ വിജയും അതേപോലെ തന്നെ TVKയും എന്തു ചെയ്യുമെന്നതാണ് ഇപ്പോൾ തമിഴക രാഷ്ട്രീയം ഒന്നടങ്കം തന്നെ ഉറ്റുനോക്കുന്നത്. നിലവിൽ DMKയുമായി സഖ്യത്തിലുള്ള കോൺഗ്രസ്, CPI, CPM അതുപോലെ തന്നെ VCK തുടങ്ങിയ പാർട്ടികളുടെ പിന്തുണ തങ്ങൾക്ക് ലഭിച്ചേക്കുമെന്നതായിരുന്നു TVKയുടെ ആ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ ഉന്നത വൃത്തങ്ങൾ നൽകുന്ന ചില സൂചനകൾ വ്യക്തമാക്കിയത്. കോൺഗ്രസ് ഇക്കുറി 5 സീറ്റിലാണ് വിജയിച്ചത്. CPM, CPI അതേപോലെ മറ്റു പാർട്ടികൾ ഇതെല്ലാം തന്നെ ജയിച്ചതാകട്ടെ 2 സീറ്റുകളിൽ വീതമാണ്. 2006 കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന DMK സർക്കാർ അതിന് പുറമെ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള പിന്തുണയോടുകൂടി തന്നെ ഭരിച്ച സാഹചര്യത്തിന് സമാനമായ രീതിയാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മുതിർന്ന നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. DMK സഖ്യത്തിൽ നിന്നുള്ള പാർട്ടികൾ ഇവിടെ TVKയെ പിന്തുണയ്ക്കുന്നത് ആ ഒരു പക്ഷം സഖ്യത്തിൽ വിള്ളലുകൾ ഉണ്ടാകും എന്നതും ഉറപ്പ് തന്നെയാണ്. അതേപോലെ തന്നെ TVKയ്ക്ക് മുന്നിലുള്ള മറ്റൊരു സാധ്യത അത് AIDMK നേതൃത്വം നൽകുന്ന ആ ഒരു മുന്നണിയിലെ പട്ടാളി മക്കൾ കക്ഷി ആ ഒരു അവരുടെ പിന്തുണ സ്വീകരിക്കുക എന്നതാണ്. 4 സീറ്റുകളാണ് ഇവരുടെ സമ്പാദ്യം. അതേസമയം AIDMKയുമായി തന്നെ ഏതെങ്കിലും വിധത്തിൽ നേരിട്ടുള്ള സഖ്യത്തിന് വിജയം മുതിരാനുള്ള സാധ്യത വിരളമാണ് എന്നും പറയപ്പെടുന്നുണ്ട്. കാരണം അവരുടെ BJP ബന്ധം തന്നെയാണ് അതിന് കാരണമായി തന്നെ പറയുന്നത്. അതേപോലെ തന്നെ TVKയുടെ ആശയപരമായ എതിരാളികളെയാണ് വിജയ് BJP അതായത് ഇത്തരത്തിൽ ഒരു വിശേഷണമാണ് നൽകിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ BJPയുടെ സഖ്യത്തിലുള്ള AIDMKയുമായി തന്നെ കൈകോർക്കാൻ വിജയ് തയ്യാറാകില്ല എന്നതാണ് പുറത്തുവരുന്ന സൂചന ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ തന്നെ TVK സർക്കാർ രൂപീകരിക്കുമെന്നും അവിടെ സ്ഥിരതയെക്കുറിച്ചുള്ള യാതൊരു ആശങ്കയും ഇല്ല എന്നും പാർട്ടിയുടെ യുവ MLA-മാരിൽ ഒരാളായ വ്യക്തി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ സഖ്യത്തെക്കുറിച്ചും മറ്റു പാർട്ടികളിൽ നിന്നുള്ള പിന്തുണ സ്വീകരിക്കുന്നതിനെക്കുറിച്ചും പാർട്ടിയിൽ വലിയ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ട് കൂടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.